Hello everyone. So, very important message pass ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത്. ഓക്കേ, അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, കുറേ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മുടെ KEAM എക്സാം. അപ്പോൾ KEAM 2024 എക്സാം നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കേ, അപ്പോൾ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ KEAM എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആയിട്ടുള്ള നമ്മുടെ സിദ്ധ, യുനാനി, ആയുർവേദ ഇങ്ങനെയുള്ള കോഴ്സസിലൊക്കെ നിങ്ങൾക്ക് കേരളത്തിൽ ജോയിൻ ചെയ്യണമെങ്കിൽ KEAM എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ മാത്രം എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് കേരളത്തിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? KEAM രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ KEAMന്റെ അപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് 27th March to 17th April ആണ്. അപ്പോൾ നമുക്ക് അത്രയും സമയമുണ്ട്. അപ്പോൾ ഇത്രയും സമയത്തിൽ നമ്മുടെ നീറ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് എക്സ്ട്രാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ KEAMന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് റെഡിയാക്കണം. അത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ KEAMൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ KEAMന്റെ പ്രോസ്പെക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. അതിൽ കുറേ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 27th March to 17th April 2024 ആണ്. ഇനി നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത് 1st to 9th June 2024 ആണ്. ഓക്കെ, അപ്പോൾ 1st to 9th ജൂണിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ KEAM എക്സാമിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇത്രയും കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, BPharm, MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി, ഫോറസ്ട്രി, വെറ്റിനറി ആൻഡ് ഫിഷറീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? KEAM എക്സാം എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇത് കേരളത്തിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എന്തായാലും നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇത് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലിക്കേഷൻ റെഡി ആക്കി വെക്കുക. ഇനി അടുത്ത് നോക്കിക്കുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറാം. www.cee.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ എല്ലാ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും, പിന്നെ അതുകൂടാതെ ഈ KEAM എക്സാമിന് വേണ്ടിയുള്ള കുറേ പ്രോസ്പെക്റ്റീവ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം കൃത്യമായിട്ട് വായിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ഒട്ടും ലേറ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. വേഗം തന്നെ എന്ത് ചെയ്യണം? എല്ലാവരും അപ്ലൈ ചെയ്യണം. സോ ഇത്രയും കോഴ്സസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും KEAM എക്സാം അപ്ലൈ ചെയ്യണം. സോ 27 to നമ്മുടെ ഏപ്രിൽ വരെയാണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അതൊക്കെ റെഡിയാക്കുക. വേഗം തന്നെ ചടപടാന്നെല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ KEAM എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. സോ ഈ സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. www.cee.kerala.government.in എന്ന് പറയുന്ന സൈറ്റിലോട്ടാണ് നിങ്ങൾ കയറേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷനും അതുകൂടാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും സൈറ്റിലുണ്ടായിരിക്കും. അതെല്ലാം കൃത്യമായിട്ട് വായിച്ചിട്ട് വേഗം തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്.